നോക്കാം. റെഡി സർ. സൈലൻസ്. ട്രാപ്പ്. ആക്ഷൻ. അത് പിന്നെ സോറി സർ. ശരത്തെ ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്ക്. ഓക്കെ സർ. വേണ്ട സർ, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ആയിക്കോട്ടെ, എന്നാ നോക്കാം. ഓക്കെ സർ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സർ. ആക്ഷൻ. അതൊരിക്കലും നിനക്ക് വേണ്ടിയായിരുന്നില്ല. എല്ലാം എൻ്റെ സ്വാർത്ഥത. സോറി സർ, ഒന്നുകൂടെ നോക്കാം. എന്തു പറ്റി? ഭാര്യ വന്നു പോയതോടെ അപ്സെറ്റ് ആണല്ലോ. അത് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സർ. എന്നാ നമുക്ക് പിന്നെ നോക്കാം. എനിക്ക് വേറെ സീൻ എടുക്കാനുണ്ട്. ഡോൺ വറി. അടുത്ത സീൻ ഇങ്ങതാ. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ വിസിറ്റിന്റെ എക്സ്പീരിയൻസ്? നന്നായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് ഏട്ടൻ ഡാൻസ് ചെയ്തു. ഓ ആണോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നോട് വേണ്ടായിരുന്നു ഗൗരി ഈ ചതി. നീ ഒരു മണ്ടിയായി പോയല്ലോ. ഞാൻ പറയുന്നതും കേട്ട് ചാടിത്തുള്ളി പോവാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ എന്തിനാ സീരിയസ് ആയിട്ട് എടുത്തത്? ഇനി ശ്രദ്ധിച്ചോളാം. കഴിഞ്ഞോ ഇന്നത്തെ ഷൂട്ടിംഗ്? ഇല്ല, പക്ഷെ എനിക്ക് പോരേണ്ടി വന്നു. അഭിനയിക്കാൻ പറ്റുന്നില്ല. സ്റ്റാർട്ട് പറയുമ്പോ ദേ ഇവളുടെ മുഖം തെളിയുന്നത്. പിന്നെ എങ്ങനെ ഡയലോഗ് പറയും? എനിക്കിനി അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. എന്താ അമ്മയ്ക്കെങ്കിലും ഈ വിട്ടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാറുന്നില്ലേ? ഞാനിവിടെ ഇല്ലായിരുന്നു. വിവരം ഗൗരി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ഭക്ഷണം കൊണ്ട് ഇവള് സെറ്റി വന്നെങ്കിൽ നീ എന്താ ഇത്ര നെർവസ് ആവുന്നത്? അവൾ അറിയാതെ ഒരു കാര്യം ചെയ്തപ്പോ അത് പറഞ്ഞു തിരുത്തുന്നതിന് പകരം അവളെ ഇങ്ങനെ അപമാനിക്കാനും ദേഷ്യപ്പെടാനും നിൽക്കുന്നത് ശരിയാണോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? പൂവിട്ട് പൂജിക്കണം? ഇങ്ങനെ ഒരു നിലവാരമില്ലാത്ത ആളെയാണല്ലോ എനിക്ക് കെട്ടാൻ തോന്നിയത്. അവൾക്ക് നിലവാരമൊക്കെ ഉണ്ട്. അത് നിന്റെ കോംപ്ലക്സ് കൊണ്ട് തോന്നുന്നതാ. ഇനിയിപ്പൊ എന്നെ കുറ്റം പറഞ്ഞു. ഓരോന്ന് ചെയ്തു വെക്കുന്നത് ഇവള്, എന്നിട്ട് അതിന്റെ പഴി മൊത്തം എനിക്കും. എത്ര കാലം കൂടി ഞാനിത് സഹിക്കേണ്ടി വരും? പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നീ വല്ലതും കഴിച്ചോ? ഒന്നും വേണ്ട. മനസ്സും വയറുമൊക്കെ നിറഞ്ഞു, തൃപ്തിയായി. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇവള് പറയുന്നത് കേട്ട് ചാടി പുറപ്പെടരുതെന്ന്. നിനക്ക് എന്നോടൊന്ന് ഫോൺ ചെയ്തെങ്കിലും ചോദിക്കായിരുന്നില്ലേ? കൊച്ചു കുട്ടിയല്ലേ വല്യമ്മേ, ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്ക്. നിന്റെ തോന്നിയാസം കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. എന്ത് ചെയ്യാനാ, എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുള്ളൂ. പറ്റില്ലെങ്കിൽ പറ, ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. ആരും എങ്ങോട്ടും പോണ്ട. പക്ഷെ ഈ വീട്ടിൽ മനസമാധാനം വേണം. അതെനിക്ക് നിർബന്ധമുണ്ട്. ദേ, ഇനി ആരെന്തു പറഞ്ഞാലും ഞങ്ങളോട് ചോദിച്ചിട്ടേ മോൾ എന്ത് ചെയ്യാവൂ. മനസ്സിലായോ? ഓ, ഇവളെ സമാധാനിപ്പിക്കാൻ എത്ര പേരാ. പാവം നീലിനെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഇപ്പൊ സെറ്റിന്ന് പോകുന്നത്. ഈ തോന്നൽ ഉറച്ചു പോയാൽ നീലിന്റെ ഭാവി പിന്നെ എന്താവും? അങ്ങനെ വല്ലതും സംഭവിച്ച ദേ ഇവളായിരിക്കും ഉത്തരവാദി. ബുദ്ധിയില്ലാത്ത ഈ തടിച്ചി. മോൾ അതൊന്നും കാര്യാക്കണ്ട. ഇങ്ങത്താ.
അതെ സർ. ഡയലോഗിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ആ. നായിക്ക് അതൊന്ന് വായിച്ചു കൊടുക്കും. ശരി സാർ. സർ, ആ നീലിന്റെ വൈഫോ? എനിക്കറിയില്ലായിരുന്നു സർ ഭക്ഷണം കൊണ്ട് ഇവിടെ വരരുതായിരുന്നു. അത് കഴിഞ്ഞില്ലേ, പിന്നെന്താ? ഏട്ടൻ ഭയങ്കര വിഷമത്തിലാ. അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഏട്ടന്റെ സ്വപ്നമായി സിനിമ. അതൊരു കാരണവശാലും മുടങ്ങരുത്. ഞങ്ങൾ കാരണം സിനിമ മുടങ്ങില്ല. പക്ഷെ നീലിന്റെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സ്വന്തം ഭാര്യയായ സ്വാതിയെ വേലക്കാരിയാണെന്ന് പറയാൻ തോന്നിയ ആ മനസ്സില്ലേ, ആ മനസ്സാ നീലിന്റെ പ്രശ്നം. കോംപ്ലക്സ് ഉള്ള ഒരാൾക്ക് കഥാപാത്രമാവാൻ പറ്റില്ല. നല്ല തെളിഞ്ഞ പുഴ കണ്ടിട്ടില്ലേ സ്വാതി? ഒരു നടന്റെ മനസ്സ് അതുപോലെ ആയിരിക്കണം. നീതിയുടെയും സത്യത്തിന്റെയും ഭാഗത്ത് നിൽക്കാത്ത ഒരാള് എങ്ങനെയാ നല്ലൊരു നടനാവുക? നീലിനെ രക്ഷിക്കാൻ നീലിന് മാത്രമേ ആവൂ. അങ്ങനെ പറയരുതേ സർ. ഏട്ടനെ സാർ തിരിച്ചു വിളിക്കണം. അതിന് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീല് പോയത്. നീലിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഞാൻ നോക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താ സർ? സ്വാതിക്ക് അഭിനയിക്കാൻ അറിയാം. കളിയാക്കല്ലേ സർ? ഇല്ലെങ്കിൽ പഠിക്കണം. സ്വാതി നീലിന്റെ മുമ്പിൽ അഭിനയിക്കണം. എങ്കിലേ നീല് ശരിയാവും. മനസ്സിലായില്ലല്ലേ? ഞാനൊരു സീൻ എഴുതിത്തരാം. അത് അതുപോലെ പഠിച്ച് അവതരിപ്പിച്ചാൽ മതി. നഷ്ടപ്പെട്ട അഭിനയം നീലിന് തിരിച്ചു കിട്ടും. ഏട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഗുഡ്. നീയാണ് ഉത്തമയായ ഭാര്യ. എന്താടി ചത്തോന്ന് നോക്കണോ? ചത്തിട്ടില്ല, പക്ഷെ ചാവും. ഇപ്പോഴല്ല, അധികം വൈകാതെ. ചാവുന്നത് ഞാനല്ലേ? ഇനി 11 മാസമുണ്ട് സമയം. നീ ഒന്ന് പോയി തരാവോ? നിന്നെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. അഭിനയിക്കാൻ പറ്റാത്തോണ്ടാണോ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? മുഖം നന്നാവാത്തേന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് എന്താ കാര്യം? ഓഹോ, എന്നോട് തർക്കുത്തരം പറയാനും തുടങ്ങിയോ? ആരുടെ മുഖാടി നല്ല അല്ലാത്തത്? എന്റെയോ? എന്താ സംശയം? ഏട്ടൻ അഭിനയിക്കാൻ അറിയില്ല, അതിനുള്ള കഴിവുമില്ല. അതുകൊണ്ടല്ലേ എന്നെ കണ്ടപ്പോ അസ്വസ്ഥനായത്. നല്ലൊരു നടനായിരുന്നെങ്കിലേ എന്നെ നല്ല ആരെ കണ്ടാലും അഭിനയിക്കാതിരിക്കില്ല. അഭിനയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പഠിച്ചുകൊണ്ടിരുന്നപ്പോ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഞാൻ. അറിയോ നിനക്ക്? എന്നിട്ടെന്താ ഇപ്പൊ എങ്ങനെ ആവാൻ പറ്റാത്തെ? നാടകവും സിനിമയും രണ്ടും രണ്ടാ. നാടകത്തിലെ നായകന്മാര് സിനിമയിൽ എങ്ങനെ വിജയിക്കാറില്ലല്ലോ. അഭിനയം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നാടകമായാലും സിനിമയായാലും അഭിനയാണ്. അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ശാസ്ത്രീയമായി തന്നെ പഠിച്ചിട്ടുള്ളവനെ ഞാൻ. ആ എന്നെ നീ പഠിപ്പിക്കാൻ വരല്ലേ? ശാസ്ത്രീയ വശങ്ങൾ അറിയാം. ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭാര്യയുടെ നിഴല് കണ്ട മുട്ടിടിക്കും. പിന്നെ വരുന്നത് മുഴുവൻ ബബ്ബ ബബ്ബ. നാണോ ഇല്ലല്ലോ നടനാന്നും പറഞ്ഞ് നടക്കാൻ. ഒരു നടൻ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ധൈര്യം. ജീവിതത്തിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിലേ സ്ക്രീനിൽ അത് കാണിക്കാൻ പറ്റൂ. ഏട്ടനെ അതില്ല. അതുകൊണ്ട് അഭിനയൊക്കെ നിർത്തി വല്ല ജോലിക്കും പോവാൻ നോക്ക്. നീ എന്നെ ഇൻസൾട്ട് ചെയ്യണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാടി. കാണിച്ചു തരേണ്ടത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചീത്ത വിളിച്ചിട്ടല്ല, പോയി അഭിനയിച്ച് തെളിയിച്ചിട്ടാ. ഏട്ടനൊരു നല്ല നടനാണെങ്കിലേ അതാ കാണിച്ചു തരേണ്ടത്. അല്ലാതെ മുറിയിൽ വന്നിരുന്ന് എന്നോട് ഗുസ്തി പിടിക്കുകയല്ല വേണ്ടത്. നീ എന്നെ വെല്ലുവിളിക്കാണോ? വെല്ലുവിളിക്കാനോ? അതും ഏട്ടനെ? അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഏട്ടനെ വെല്ലുവിളിക്കാനും മാത്രം ബുദ്ധിശൂന്യതയൊന്നും ഇല്ല എനിക്ക്. ഏട്ടന്റെ റേഞ്ച് എനിക്കറിയാം. അതിനപ്പുറം ഒരിക്കലും പോകാൻ പോകുന്നില്ല.
പിന്നെ എന്തിനാ വെല്ലുവിളിച്ച് ഞാൻ സ്വയം ചെറുതാവുന്നേ? ഞാൻ അഭിനയിച്ച് കാണിച്ചാലോ? വാ കൊണ്ട് പറയാൻ ആർക്കും പറ്റും. പ്രൂവ് ചെയ്ത് തരാം. ആദ്യം താ, എന്നിട്ട് സംസാരിക്കാം. ശരി, എന്നിട്ടേ ഞാൻ നിന്റെ മുമ്പിൽ വരും. പക്ഷെ വന്ന ഇപ്പൊ നീ പറഞ്ഞതിന് മുഴുവൻ ഞാൻ എണ്ണി പകരം ചോദിക്കും. ഈ യുദ്ധമൊക്കെ സ്വയം നടത്ത്. ഏട്ടന്റെ പ്രശ്നം ഏട്ടൻ തന്നെയാ. ഏട്ടന്റെ മനസ്സ് കോംപ്ലക്സ്, അത് മുഴുവൻ. അത് മാറണം, എങ്കിലേ നന്നാവും. ഏട്ടൻ പുഴ കണ്ടിട്ടുണ്ടോ? തെളിഞ്ഞ പുഴ. അതേപോലെ ശുദ്ധമായിരിക്കണം ഒരു നടന്റെ മനസ്സ്. നീതിയുടെയും സത്യത്തിന്റെയും ഭാഗത്ത് നിൽക്കാത്ത ഒരാൾ എങ്ങനെയാ നല്ല നടനാവുന്നേ? ഏട്ടൻ ഒരു നല്ല നടനേ അല്ല. നടനം എന്ന് പറയുന്ന മഹത്തായ കലയുടെ ABCD പോലും ഏട്ടൻ അറിയില്ല. പോയിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ദൈവമേ, മറക്കാതെ പറയാൻ പറ്റി സാർ എഴുതി തന്ന ഡയലോഗ് എല്ലാം. ദേവി കാത്തോണേ. ഫ്രെയിം കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ചെയ്തോ മനസ്സിൽ. സർ, ആ സർ, ഞാൻ ഓക്കെയാണ്. നമുക്ക് നോക്കാം. വേണ്ടിയിരുന്നില്ല, ഒരു ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ആ, അത് വേണ്ട സർ. എനിക്കിത് ഇന്ന് തന്നെ ചെയ്യണം. നീലിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ചെയ്യാം. സ്ഥലത്തെ നീലിൻ്റെ സീൻ എടുക്കാം. ഓക്കെ സാർ. ഡിസ്റ്റർബൻസുകളൊക്കെ ഉണ്ടാവും. അതിൽ നെർവസ് ആവാതെ കൈകാര്യം ചെയ്യുമ്പോഴേ ഒരു നല്ല കലാകാരനാകൂ. ചെന്ന് റെഡിയാക്കാം. ഓക്കെ, മേക്കപ്പ് ചെയ്യാം. ആ മനോജെ, ആ സാർ. വാ. ലൈറ്റപ്പ് ഒക്കെ റെഡിയല്ലേ? ആ, റെഡിയാണ് സാർ. എല്ലാം ഓക്കെയാണ് സാർ. ആക്ഷൻ. തോൽവികൾ മാത്രം ഏറ്റുവാങ്ങാൻ ഞാൻ വടക്കമ്പാട്ടിലെ ചന്തുവൊന്നുമല്ല. എനിക്ക് ജയിക്കണം. നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്ക് തിരിച്ചു പിടിക്കണം. എന്നെ പരിഹസിച്ചവരുടെ എല്ലാം മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് വരാൻ ഇനി അധികം വൈകില്ല. കട്ട്. നന്നായിട്ടുണ്ട് സാർ. ഓക്കെ അല്ലേ? നീലേ, ഗംഭീരം. സർ, സത്യം പറഞ്ഞ ഞാനിപ്പോൾ അഭിനയിച്ചത് ഒരു വാശിപ്പുറത്താണ്. അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. സ്വാതിയെ. അതെന്തിനാ? അവൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു സർ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നവർ പറഞ്ഞു. ഈ ഷോട്ട് സാർ എനിക്കൊന്ന് മൊബൈലിൽ സെൻഡ് ചെയ്ത് തരണം. കാണിച്ചു കൊടുക്കണം അവൾക്ക് ഈ നീലിന് അഭിനയിക്കാൻ അറിയില്ലെന്ന്. എടോ നീലേ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. താൻ നല്ല നടനാണെന്ന് സ്വാതിക്കറിയാം. ഈ ഷോട്ട് സാർ എനിക്കൊന്ന് മൊബൈലിൽ സെൻഡ് ചെയ്ത് തരണം. കാണിച്ചു കൊടുക്കണം അവൾക്ക് ഈ നീലിന് അഭിനയിക്കാൻ അറിയില്ലെന്ന്. എടോ നീലേ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. താൻ നല്ല നടനാണെന്ന് സ്വാതിക്കറിയാം. എന്നിട്ടും സ്വാതി തന്നോട് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാ. സർ, തന്നെ ഒഴിവാക്കരുതെന്ന് അപേക്ഷിക്കാൻ ആ കുട്ടിയുടെ വന്നിരുന്നു. തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ഇതുപോലെ എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോഴാ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരാശയം തോന്നിയതും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത്. എന്തായാലും അത് ഏറ്റു. ആ നീലേ, അരികിലുള്ള മാണിക്യം ഉപേക്ഷിച്ച് അകലെയുള്ള കരിക്കട്ട തേടി പോകുന്നവൻ എന്നും വിഡ്ഢിയാവാറേ ഉള്ളൂ. അവളൊരു മാണിക്യമാണ്. അത് ഇനിയെങ്കിലും താനൊന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നഷ്ടം തനിക്ക് തന്നെ ആയിരിക്കും. വേദ എന്തൊന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ? സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് നീലിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ. അതിപ്പോ നടക്കാൻ പോകുന്നു. സത്യം പറഞ്ഞ വാർത്ത അറിഞ്ഞപ്പോ ഞാനും സന്തോഷിച്ചു ഒരുപാട്. എനിക്കും സന്തോഷം തന്നെ തോന്നിയത്. പക്ഷേ ഇതിലൊരു അപകടം ഒളിച്ചിരിപ്പുണ്ട്. സ്വാതിയുടെ ഐശ്വര്യം കൊണ്ട് നടന്നാണെന്ന് നീലിന് തോന്നും, അതല്ലേ? അതെ. അങ്ങനെ തോന്നിയാലും സാരമില്ല.
നീലിന്റെ എത്ര കാലത്തെ ശ്രമമോ അത് നടക്കട്ടെ. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഏതായാലും ഒരു യുദ്ധത്തിലാ. നീലിനെ സ്വാതിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനുള്ള യുദ്ധം. യുദ്ധത്തിൽ ആര് ജയിക്കുന്നു എന്നുള്ളതാ പ്രധാനം, എങ്ങനെ ജയിക്കുന്നു എന്നുള്ളതല്ല. മനസ്സിലായില്ല. നീല് വേദ തടയാൻ എന്താ കാരണം? ജ്യോതിഷത്തിലുള്ള അന്ധമായ വിശ്വാസം. ആ വിശ്വാസം എങ്ങനെ ഉണ്ടായി? നാരായൺജി ഉണ്ടാക്കി. നാരായൺജിക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി? നീലിന്റെ മനസ്സിലുള്ളത് പറയാൻ കഴിഞ്ഞപ്പോ. തുടരെ തുടരെ 2 സിനിമകൾ മാറിപ്പോയതുകൊണ്ടാ നീലിന് നാരായൺജിയെ പോലും ചെന്ന് കാണേണ്ടി വന്നത്, അല്ലേ? അത് ശരിയാ. അതുവരെ നീലിന് ജ്യോതിഷത്തില് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ വിശ്വാസം കളയണമെന്നുണ്ടെങ്കിൽ ഇനി നെഗറ്റീവായിട്ട് പലതും നീലിന്റെ ജീവിതത്തിൽ സംഭവിക്കണം. ആ, എന്നുവെച്ചാ എന്നുവെച്ചാ ഈ സിനിമയെ മുടങ്ങണമെന്നർത്ഥം. ഇത് മുടങ്ങിയ അതിന്റെ കുറ്റം ആർക്ക് വരും? സ്വാതിക്ക് വരും. സ്വാതി വന്ന് കേറിയിട്ടും മെച്ചമൊന്നും ഉണ്ടായില്ലെന്ന് നീലിന് തോന്നി തുടങ്ങിയ നമ്മുടെ ജോലി പിന്നെ എളുപ്പമായി. അത് വേണോ? സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാ നീലിന്റെ ജീവിതം. ഇപ്പൊ നടക്കാൻ പോകുന്ന സിനിമയും കൂടി മുടങ്ങിയ നീലിനത് സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റരുത്. എല്ലാത്തിനോടും ദേഷ്യം തോന്നണം. ആ ദേഷ്യം മുഴുവൻ സ്വാതിയുടെ നേർക്ക് തിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതോടെ സ്വാതി എന്നേക്കുമായിട്ട് പുറത്താവും. സ്വാതി പുറത്തായ അതിന്റെ ഗുണം ആർക്കാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സിനിമ മുടക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കുക. അതാണ് നമ്മളിപ്പോ ചെയ്യേണ്ടത്. മുടക്കാനൊക്കെ ഞാൻ വിചാരിച്ചാ സാധിക്കും. പക്ഷേ അത് വേണോന്നാ. പാവൻ നീൽ എന്തുമാത്രം ആഗ്രഹിച്ചു കിട്ടിയ അവസരമാ. ഇതാ കുഴപ്പം. നീലിനോട് വേദ കാണിക്കുന്ന ഈ താല്പര്യം നീലിന് ഇങ്ങോട്ടും ഉണ്ടാവണ്ടേ? ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കണം. ഈ സിനിമ പോയാലും നീലിന് വേറെ അവസരം കിട്ടും. ഈ സിനിമ പോയില്ലെങ്കിൽ നമുക്ക് വേറൊരു അവസരം കിട്ടിയെന്ന് വരില്ല. നീ കാര്യം പറ. നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. അങ്ങനെ ചെയ്താ നീലിനെ എന്നേക്കുമായിട്ട് ഞാൻ മറക്കാം. പുതിയ ഇടവായിരിക്കും. നിന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. ശരി, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളൊരു സിനിമ പിടിക്കണം. പിടിക്കല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ഏറ്റെടുക്കണം. മനസ്സിലായില്ല? ഒരു പടം ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് സിറ്റിയില്. അതിന് വ്യക്തമായൊരു പ്രൊഡ്യൂസർ ഇല്ല. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും അതിന്റെ ഷൂട്ടിംഗ് നിൽക്കാം. അത് നിനക്കെങ്ങനെ അറിയാം? സിനിമയായിട്ട് നിനക്ക് എന്താ ബന്ധം? എനിക്ക് ബന്ധമൊന്നുമില്ല. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിൽ അവനായിരിക്കും അഭിനയിക്കുന്നത്. ആണോടി? അതെ. ഇപ്പൊ എങ്ങനെയുണ്ട്? അവന്റെ പടം മുടങ്ങി പോകരുത്. അതിന് നമ്മൾ കാശ് മുടക്കണം. നിന്റെ ബുദ്ധി കൊള്ളാം. ഇങ്ങനൊരു ആവശ്യം എന്നോട് തന്നെ വന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? അവന്റെ പടം മുടങ്ങി പോകരുത്. അതിന് നമ്മൾ കാശ് മുടക്കണം. നിന്റെ ബുദ്ധി കൊള്ളാം. ഇങ്ങനൊരു ആവശ്യം എന്നോട് തന്നെ വന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നീ എന്ത് വാഗ്ദാനം തരാന്ന് പറഞ്ഞാലും അവന് ഗുണമുള്ള ഒരു സഹായവും എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. മുഴുവൻ കേട്ടില്ല. അതാ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ. കേൾക്കണ്ട, കേട്ടെടുത്തോളം മതി. അവനുമായിട്ടുള്ള അടുപ്പം വേണ്ട വേണ്ടാന്ന് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ. കേട്ടില്ല. എന്നിട്ട് എന്തായി? നാറിയില്ലേ? നാറ്റിച്ചില്ലേ അവൻ? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പില് തല ഉയർത്തി നടക്കാൻ പറ്റാതായി നീ കാരണം. അവൻ കല്യാണം കഴിച്ച് വേറെയായി. എന്നിട്ട് നിന്റെ മനസ്സിൽ നിന്ന് അവൻ പോയില്ലെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. അതാ ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെയാ നിങ്ങൾ ഈ തുള്ളുന്നതെന്ന്. കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടില്ലായിരുന്നു. എന്നാ പറഞ്ഞു തൊലക്കേ. സിനിമ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അത് നീലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാ. എന്ന് വെച്ചാ ഉപദ്രവിക്കാൻ വേണ്ടി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം, ശ്രദ്ധിച്ചു കേട്ടോ.
എന്തു പറയുന്നു? അങ്ങനെയാണെങ്കിൽ നോക്കാം. അതെ. പക്ഷെ ആ സംവിധായകൻ സമ്മതിക്കോ? അതറിയില്ല. അത് നിങ്ങൾ അവതരിപ്പിക്കുന്ന പോലെ ഇരിക്കും. ഗണേശ, വൈകിപ്പിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ കാണാം. വാ, അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് പോയി കാണാം. ശരി.